അങ്ങനെ 2 ആഴ്ചയ്ക്ക് ഇപ്പുറം ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിക്കുകയാണ്. വന്നപ്പോൾ തന്നെ എന്നെ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അലങ്കോലപ്പെട്ട ടേബിളാണ്. കണ്ടപ്പോൾ തന്നെ എൻ്റെ മൂഡ് കൊണ്ട് പോയി. പൊതുവേക്ക് ഹോസ്റ്റലിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇതും കൂടി ആയപ്പോഴേക്ക് എങ്ങനെയും തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതി എന്നായി. പക്ഷെ ഇതൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ച മെസ്സായിട്ട് ഇതൊക്കെ സോൾവ് ചെയ്യേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. കണ്ടില്ലേ, അന്ന് തിന്നു വെച്ച പാത്രമാണ്. ഇതൊക്കെ കഴുകണം, നല്ല ഉരച്ചൊരച്ച് കഴുകണം. അതിനാണ് ഞാൻ ഈ സോപ്പിട്ട് ഇങ്ങനെ ഇട്ട് പതപ്പിക്കുന്നത്. കാര്യം ഇതൊരു മെനക്കെട്ട പരിപാടിയാണെങ്കിലും ക്ലീനിങ് ആണ് എൻ്റെ ബെസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത്. എനിക്ക് ലൈഫിൽ എന്തൊക്കെ സ്ട്രെസ്സ് വന്നാലും ഞാൻ ആദ്യം കരയൊക്കെ ചെയ്യും. പക്ഷേ എനിക്കിതൊരു സൊല്യൂഷൻ വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യും. അതിപ്പോൾ തറ തുടക്കലാവാം, അല്ലെങ്കിൽ അടിച്ചു വാരലാണ് മെയിൻ കേട്ടോ. അടിച്ചു വാരലാണ് മെയിൻ. പിന്നെ പാത്രം കഴുകുക, ടോയ്ലറ്റ് ക്ലീനിങ്, മാറട തട്ടുക, പിന്നെ അലങ്കോലപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുക. ഇതിലൂടെ കിട്ടുന്ന ഒരു മൈൻഡ് റിലീഫ് ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടെന്ന് അറിയില്ല, എനിക്കത് എപ്പോഴും കിട്ടാറുണ്ട്. എൻ്റെ പേരൻസ് എംപ്ലോയീസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട് അവർക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ ടൈമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ചില റിലേറ്റീവ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ എൻ്റെ പേരൻസിനെ നാണം കെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചൊരു ഹാബിറ്റാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. അത് കാലങ്ങൾക്കിപ്പുറം എന്നെ നന്നായിട്ട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. എനിക്ക് സ്ട്രെസ് റിലീഫ് മെയിനായിട്ട് കിട്ടുന്ന ഒരു തെറാപ്പിയാണ് എൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കും ഉണ്ടോ ഇതുപോലത്തെ ക്ലീനിങ് പോലുള്ള എന്തെങ്കിലും സ്ട്രെസ് റിലീവിങ് ഹാബിറ്റ്സ്? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു ഹാബിറ്റാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. സ്റ്റേ പോസിറ്റീവ്.